ചതുർത്ഥ സ്കന്ധത്തിലെ ധ്രുവചരിതമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ പ്രത്യക്ഷനാക്കാൻ ധ്രുവൻ തപസ്സിനായി പോകുന്നത് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ബാക്കി ഭാഗം. അങ്ങനെ ധ്രുവൻ തപസ്സിനായി പോകുന്നു. വഴിമധ്യേ നാരദ മുനിയെ കാണുകയും മുനിയോട് സുരുചിയായ അമ്മ പറഞ്ഞതെല്ലാം അറിയിക്കുകയും ചെയ്തു. ഈ ബാലന് ഉള്ളിൽ തപശക്തി ഉണ്ടോ എന്ന് മുനി പരീക്ഷിക്കുന്നു. അതിൽ ധ്രുവൻ വിജയിക്കുകയും നീ ആഗ്രഹിച്ചതെല്ലാം സാധിക്കും എന്ന് അനുഗ്രഹിച്ച് അയക്കുകയും ചെയ്യുന്നു. ധ്രുവൻ മധുവനത്തെ ശുഭസ്ഥലത്ത് എന്ന് തപസ് ആരംഭിച്ചു. ഭക്ഷണങ്ങൾ വല്ലപ്പോഴും മാത്രം കഴിച്ചും വെള്ളം മാത്രം കഴിച്ചും ഒക്കെ തപസ് തുടങ്ങി. പിന്നീട് വായു ഭക്ഷിച്ചും ശ്വാസം അടക്കി പിടിച്ച് ഭഗവത് നാമം മാത്രം ഉച്ചരിച്ചും കഠിന തപസ് തുടങ്ങുന്നു. ഇത് കണ്ട ദേവന്മാരും ബ്രഹ്മാവും ശിവനും കൂടി വിഷ്ണു ഭഗവാനോട് ധ്രുവൻ്റെ തപസ്സിന് ഫലം കൊടുത്ത് എല്ലാവരെയും രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഇന്ന് തന്നെ ധ്രുവന് വരം കൊടുത്ത് എല്ലാവർക്കുള്ള സങ്കടം തീർക്കാം എന്ന് പറഞ്ഞ് ധ്രുവൻ്റെ അരികിൽ പ്രത്യക്ഷപ്പെടുന്നു. ധ്രുവൻ ഭഗവാനെ സ്തുതിക്കുന്നു. വേണ്ടുന്ന വരങ്ങൾ കൊടുത്ത് ഭഗവാൻ മറയുന്നു. സഹോദരനായി ഉത്തമൻ വന്ന് ധ്രുവനെ കൂട്ടിക്കൊണ്ടുപോയി രണ്ടുപേരെയും അച്ഛൻ പിടിച്ച് ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. അമ്മമാരായ സുരുചിയെയും സുനീതിയെയും ചെന്ന് വണങ്ങുന്നു. പിന്നീട് വാർദ്ധക്യകാലത്ത് പിതാവ് ധ്രുവനെ രാജ്യാഭിഷേകം ചെയ്തിട്ട് മധുവനത്തിൽ പോയി തപസ് ചെയ്ത് മോക്ഷം ലഭിക്കുന്നു. പിന്നീട് ധ്രുവൻ ഒരു കല്യാണം കഴിക്കുകയും 2 പുത്രന്മാർ ഉണ്ടാകുകയും ചെയ്യുന്നു. സഹോദരനായി ഉത്തമൻ വിവാഹം കഴിച്ചില്ല എന്ന് മാത്രമല്ല, കാട്ടിൽ നായാട്ടിനായി പോയപ്പോൾ രാക്ഷസനോട് യുദ്ധം ചെയ്തു മരിക്കുകയും അമ്മയായ സുരുചി മകനെ അന്വേഷിച്ച് കാട്ടിൽ പോവുകയും കാട്ടുതീ പെട്ട് വെന്തു മരിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം അറിഞ്ഞ ധ്രുവൻ രാക്ഷസ കുലം മുഴുവൻ ഒടുക്കും എന്ന വൈരാഗ്യത്തോട് യുദ്ധം ചെയ്യുന്നു. യുദ്ധം ഘോരമായി വന്നപ്പോൾ അവിടെ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ധ്രുവനെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ധ്രുവൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു. അനേകം നാൾ കഴിഞ്ഞ് രാജ്യപരിപാലനവും ഒക്കെ കഴിഞ്ഞ് മകനെ രാജ്യഭാരം ഏൽപ്പിച്ച് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനിൽ ലയിക്കുകയും ചെയ്യുന്നു. ഇതാണ് കഥ. ആനന്ദമോടെ നടന്നു തുടങ്ങിനാൻ വരെയാണ് നമ്മൾ വായിച്ചു നിർത്തത്. ഇനി ബാക്കി ഭാഗം. ഓം ഗം ഗണപതേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കാണായതെല്ലാം ഭഗവൽ പ്രഭാവേന പാണികൾ കൂട്ടി തൊഴുതു പോകുന്നവൻ. നേരെ പെരുവഴി മധ്യേ പരിചൂട് നാരദ മാമുനിയെ കണ്ടിതഞ്ജസാം. മുഗ്ധ ശരചന്ദ്ര തുല്യ തേജോമയൻ ശുദ്ധ സ്ഫടിക സംഘാസനായംബരാം. സത്വരംഗാവിർഭവിച്ചതു കണ്ടതി ഭക്ത്യാ നമസ്കരിച്ച നൃപനന്ദനൻ. വിദ്രുതൻ ദണ്ഡ നമസ്കാരവും ചെയ്തു ഭദ്രനെഴുന്നേറ്റു നന്നായി തൊഴുതുടൻ. ചിത്തം തെളിഞ്ഞു നിൽക്കുന്നവൻ തന്നെ ഭക്തിയും ഭാവവും കണ്ടു മുനീശ്വരൻ. മന്ദസ്മിതൻ ചെയ്തു മന്ദമന്ദം നൃപനന്ദനോടരുൾ ചെയ്താനിതെന്തെടോ നിന്നുടെ സാഹസം. എന്തൊരു ചിന്ത പൂണ്ടിന്നു നീ ഇങ്ങനെ താൻ തന്നെ മെല്ലവേ പോകുന്നതെങ്ങ് എവിടേക്ക്? നിന്നുള്ളിൽ എന്താകുന്നതൊന്നഭിപ്രായം പറക നീ. ഏവം മുനീശ്വരൻ ചോദിച്ചതു കേട്ട് കേവലം രാജകുമാരൻ പൊടുപൊടെ പൊട്ടിക്കരഞ്ഞ് ചൊല്ലിടിനാനുണ്ടായതൊട്ടൊഴിയാതെ സുരുചിയാ മമ്മതൻ കർക്കശ വാണികളായ ശല്യങ്ങളാൽ. ഉൾക്കാമ്പു പുൺപൊട്ടെനിക്കു നൊന്തിയിടുന്നു. തൽക്ലേശമെല്ലാം ഒഴിച്ചു ശുഭം നൽകി ഉൾക്കനിവോടിങ്ങനുഗ്രഹിക്കണമേ. ഭക്തനാം ബാലനീ വണ്ണം പറഞ്ഞതങ്ങക്ഷണങ്ങാഹന്ത കേട്ടു വീണാധരൻ. യുക്തിയുക്തങ്ങളാം വാക്യങ്ങളാലുടൻ ഉൾക്കാമ്പിലുണ്ടോ തപശക്തി എന്നതും ചെമ്മേ പരീക്ഷിച്ചു നോക്കിയമ്മാമുനി. നിർമ്മലേനെന്നതറിഞ്ഞു കുമാരനിൽ സമൂതമേറ്റം വളർന്നിതു മേൽക്കുമേൽ. അമ്മാമുനീന്ദ്രൻ പ്രസാദിച്ചു സാദരം. നാരായണ പ്രസാദം വന്നുകൂടുമാറാരൂഢമോദാൽ ഉപദേശസാരവും ചാരുകുമാരൻ തനിക്കുപദേശിച്ചു. പാരാത സേവാപ്രഭാവഭേദങ്ങളും നന്നായരുൾ ചെയ്തു നാരായണൻ തവ മുന്നിൽ തെളിവോടെഴുന്നള്ളി നിന്നുടൻ. തന്നിടുമെല്ലാം അഭീഷ്ടമെന്നുള്ളതും ഖിന്നത തീർത്ത് അരുൾ ചെയ്തെഴുന്നള്ളിനാൻ.
ചെന്നു സുനീതിയെയും നരേന്ദ്രോത്തമൻ തന്നെയും കണ്ടു പറഞ്ഞാനവസ്ഥകൾ ദുഃഖിക്ക വേണ്ട. തനയൻ ധ്രുവനതിമുഖ്യൻ ഹരിപ്രിയനായി വരും നിർണയം. നിങ്ങളും നാരായണങ്ങൾ സകലവും അങ്ങു സമർപ്പിച്ചിരുന്നു കൊള്ളിപ്പോഴും നന്നായി വരും മേലിലൊരു സംശയം. ഒന്നിനുമേതും വികൽപ്പമുണ്ടായി വരാം എന്നിത്തരങ്ങളുറപ്പിച്ചവരെയും പിന്നെ യഥാകാമമെഴുന്നള്ളിനാൻ. വന്ദിച്ച് നാരദൻ തന്നുപദേശവും നന്നായുറപ്പിച്ച് രാജകുമാരനും ചെന്നു മധുവനം ബുക്കു. ശുഭസ്ഥലം അന്വേഷണം ചെയ്തു കണ്ടു തപസ്സിനായി. നന്നാ നിരൂപിച്ചുപവസിച്ചദിനം അന്യദിനങ്ങുഷകാലേ മുതിർന്നവൻ ശുദ്ധതീർത്തി കുളിച്ചർക്കോദയം കണ്ട് ചിത്തശുദ്ധ്യാ ഗുരുവന്ദനം ചെയ്തതാം. ഭക്ത്യാപിതന്നിഷ്ടദേവതമാരെയും ഒക്കെ തൊഴുതു തപസ്സിനാരംഭിച്ചാൻ. മുന്നേ ദിനം ഫലാഹാരങ്ങളും ചെയ്ത് തന്നാകൃതമാകും ആസന സംസ്ഥനായി. പ്രാണായാമം ചെയ്തു നാരായണമയം കാണായതൊക്കെയും ഇന്നുറച്ചന്നഹം. താനും ഭഗവാനുമീരേഴു ലോകവും മാനസേ മായയും ഒന്നാ നിരന്തരം കണ്ട് തഥാപ്യനുകുണ്ടതയെന്നീ നിത്യമഹർനിശം യോഗ്യമായുള്ള തവോമയ വേഷവും ഭാഗ്യപുമാൻ പരിചോടു ധരിച്ചുടൻ കോപ്പിട്ടിരുന്നുറപ്പിച്ചിളകിടാതെ താൽപര്യമാത്മസുഖമൊഴിഞ്ഞെന്നിയേം. 3 നാൾ കഴിഞ്ഞാലൊരു നാൾ മുതാം ചെമ്മീ ഫലങ്ങൾ ഭുജിക്കും കഥാചന അമ്മാസമിങ്ങനെ തന്നെ കഴിച്ച് അതിനിർമ്മലൻ നിർമായ ചിന്മയാനന്ദവിൻ കൽമഷം തീർത്തു തെളിഞ്ഞുണർന്നിടിനാൻ. രമ്യാശയാ പിന്നെ രണ്ടാമതാകിയ മാസം മുതൽ തൊട്ട് കേവലമാറാറു വാസരം ചെന്നാലൊരിക്കൽ ഒരു ദിനം താർണപർണങ്ങൾ ഭുജിക്കും തഥാപിതാൻ. 3-9 നാൾ കഴിഞ്ഞാലുടൻ പാനീയമാത്രമശനവും ചെയ്തുകൊണ്ടാനന്ദപീന മനസ്കനായുള്ളവൻ കേവലം മേന്മേലധികം കഠോരമായും ഏവം കഴിച്ചാനവൻ 3 മാസവും. 4-ാമതാം മാസം ആദിയായങ്ങതി ബാലനീരാറു നാൾ ചെന്നാലൊരു ദിനം മാരുതാഹാരമായി കൊണ്ടൊരിക്കേലഹോം ഘോര തപോബല നിഷ്ഠയോടന്നഹം. പഞ്ചേന്ദ്രിയങ്ങളടക്കി ക്രമവശാൽ പഞ്ചമീ മാസി പിന്നെ ദിവസം പ്രതിം ചഞ്ചലമെന്നീ സർവലോകങ്ങളും അഞ്ചിതാത്മാ പരബ്രഹ്മവും മായയും താനും ആചാര്യനും ഏകമായ ബ്രവൽ കാണും വിധോ പരമാത്മിനീം കാരണേ ചേർത്തുതൻ പ്രാണങ്ങളെ പ്രണവാന്തരേം ചേർത്തടക്കി സ്ഥാണുവലിരുന്നിടിനാൻ. അങ്ങനെ രാജകുമാരൻ തപോബലാലങ്ങുതൻ പ്രാണങ്ങളെ പരമാത്മിനീം തിങ്ങുമാനന്ദരസം പൂണ്ടടക്കിയങ്ങെങ്ങും നിറഞ്ഞ പരബ്രഹ്മസന്മയം ചിന്മയൻ താൻ ഉപാസിച്ചിരിക്കും വിധവും സന്മയമായി ചമഞ്ഞു ജഗൽ സർവവും. പ്രാണികുലത്തിനു വീർപ്പുകേളങ്ങവൻ പ്രാണങ്ങളെ അടക്കിയിടുക കാരണം താനെയടങ്ങിച്ചമഞ്ഞിതു കൂടവേം ദീനരായാരതു കാരണം ഏവരും. സങ്കടം ദേവഭൂദേവാദികളതു പങ്കജ സംഭവനോടറിയിച്ചപ്പോൾ ശങ്കരനോടുണർത്തിച്ചിതു നാൻമുഖൻ. ശങ്കരാദി പ്രമുഖന്മാരനന്തരം പാലാഴിപുക്കഹിലേശ്വരനോട് തൽക്കാല വിശേഷം ഉണർത്തിച്ചിതൊക്കവേം കേട്ടു ജഗന്മയേന
ഒഴിച്ചവരോടരുളി ചെയ്താൻ. ഉത്താനപാദജനാൻ ധ്രുവൻ എന്നെയുണ്ടുൾത്താരിൽ വച്ചു തപസ്സു ചെയ്തിടുന്നു. നിത്യമിവൻ പ്രാണനെ പരമാത്മനെ ചിത്തം തെളിഞ്ഞ് അടക്കിടുക കാരണം. പ്രാണനിരോധം ഭവിച്ചിതുലകിതിൽ പ്രാണികൾക്കിന്നിതു ഞാൻ ഒഴിച്ചിടുവൻ. നൂനമൻപോടവനങ്ങു വീണ്ടും വരം ദാനവൻ ചെയ്ത് തപസ്സൊഴിച്ചാലുടൻ തിരിഞ്ചകൾ സങ്കടങ്ങളപ്പോൾ അതിനാരും ഭ്രമിക്കായ്ക ഞാൻ ഇന്നു പോകുന്നു. നിങ്ങളെല്ലാവരും ചെന്നങ്ങ് സാദരം തങ്ങൾക്കുള്ള വിടവാണിടുവിൻ എന്നിതെല്ലാം അനുസൃത്യ നാരായണൻ നന്നായരുൾ ചെയ്തയച്ചാനവരെയും. വന്ദിച്ചു കൂപ്പി സ്തുതിച്ചു പോയാരവരിന്ദിര വല്ലഭൻ താനധ തൽക്ഷണീം. പന്നകാരാദികളസ്ഥനായ അഞ്ജസാം ചെന്നു മധുവനം ബുക്കറുളിടിനാൻ. തന്നെ കുറിച്ചു തപസ്സു ചെയ്തിടിന മന്നവ നന്ദനൻ മുന്നിൽ നിൽക്കും വിധവും. തന്നുള്ളിലും ജഗത്തെങ്കിലും മായയാകൊന്നാ നിറഞ്ഞു മറഞ്ഞിരിക്കും പരൻ. മുന്നിൽ വന്നാവിർഭവിച്ചളവങ്ങുതാൻ മുന്നേ മനസ്സിലുറപ്പിച്ചിരുന്നത് ധ്യാന സ്വരൂപവും ഏറത്തെളിഞ്ഞുടൻ സാനന്ദമൊന്നായി വിളങ്ങി നിന്നു തുലോം. പ്രാണങ്ങളെ പരമാത്മനെ ചേർത്തുകൊണ്ടാനന്ദമാത്മനി ലീനനാം ബാലനും. നാളസൂത്രാൽ പ്രണവാസന സംസ്ഥിതി മേളാലിഴിഞ്ഞു മൂലാധാര സംസ്ഥനായി. ശ്വാസവേഗക്രമാലാശൂമിഴികളും നാസികാഗ്രത്ത തുറന്നു തൻ മാനസീം. കാണായ വിശ്വരൂപം ഗരുഡാസനം കാണായളവെഴുന്നേറ്റതി സംഭ്രമാൽ. വീണു നമസ്കരിച്ചാശോ സകൽ ഗതവാണികളാ സ്തുതിക്കാവതല്ലാഞ്ഞവൻ. ക്ഷീണനായേറ്റം പലവുരു പിന്നെയും ക്ഷോണിയിൽ വീണു നമസ്കരിക്കും വിധവും. ദീനപരായണൻ ദാനവൻ തന്നെ മാനസതാരിൽ പ്രകാശിച്ചരുളിനാൻ. തൽക്ഷണം അർഭകനാശുവാഗൈവ ശിക്ഷയായുള്ളുണർന്നുജ്വലിച്ചു തുലോം. തൽക്ഷമ ബുദ്ധ്യ സകൽ ഗതവാണി വീരുൾക്കനീവുറ്റു രോമാഞ്ച സംയുക്തനായി. ഹർഷാശ്രുധാരകേളം തുടച്ചൂഴിയിൽ പുരുഷോത്തമനെ സ്തുതിച്ചാനുടനുടൻ. വീണു നമസ്കരിച്ചു തുടങ്ങിടിനാൻ. ത്രാണനിപുണദാസോഹന്തവ ഹരേ നാഥ നമസ്തേ നമസ്തേ നമോസ്തുതേ. പാദോജലോചന പാഹി നമോസ്തുതേ. യാതൊരു നാഥനൻ ചേതോ മരീനമിപ്പോൾ ഒഴിച്ചാഹന്തബോധാഗ്രസംസ്ഥനായി. പ്രീതനായി ഏഴു ലോകം നിറഞ്ഞതാ പാദോജപാദമജസ്രം നമോസ്തുതേ. സർവജഗൽക്കാരണാധാരഭൂതാം തൽസർവോപരി സ്ഥിത സർവസാക്ഷീശ്വരാം. സർവജഗൽ പരിപാലനാധ്യക്ഷാം സർവജഗൽ ഗുരു നിത്യം നമോസ്തുതേ. വേദായ വേദാർത്ഥ വേദസ്വരൂപായ വേദവിനോദ വിരിഞ്ചാനനായതേ. വേദവേദാംഗ പുരാണ ശാസ്ത്രാദ്യർത്ഥ വേദാംഗ വിദ്യായ സൂക്ഷ്മായതേ നമഃ. മായവനിക ഛന്നനാമേ വിന മായാമയായതേ മായാപദേ ഹരീം. മായാഗുണത്രയ ഭേദമയ പ്രഭോ മായാവര പരമാത്മനേ നമാം. തോയാശയേ സൂര്യബിംബ പ്രതിമീതി പ്രായായതേ സകലാത്മനേ നമഃ. ഭൂയ സകലൈക കാരണ തേജസേ നീയേ ഗതി നിഖിലേശായതേ നമഃ. നിത്യനിരഞ്ജന നിഷ്കള നിർമ്മല സത്യസ്വരൂപ സനാതന സന്മയാം. ഭക്തപ്രിയ വരദാനേകതൽപരാം ഭുക്തിമുക്തിപ്രദ നിത്യം നമോസ്തുതേ. യദ്യദനുകൃത കർമ്മഫലോദയാം തത്സമാന ഫലപ്രദ സർവകാം. വിശ്വസ്വരൂപ വിശ്വാത്മ വിശ്വാകൃതേ
വിശ്വസ്യ സൂക്ഷ്മൈക തസ്മൈ നമോസ്തുതേ. ഇത്തം നമസ്കരിച്ചും സ്തുതിച്ചും ബഹുഭക്ത്യാ നൃപാത്മജൻ താൻ തൊഴുതന്തികേം. നിൽക്കുന്നവനുടെ സാധുപ്രഭാവം ഭക്തിയും വിശ്വാസവും കണ്ടു സംപ്രദം ചിത്തം തെളിഞ്ഞ ഹീലേശ്വരനച്യുതൻ മുഗ്ധസ്മിതപൂർവമുറ്റരുളി ചെയ്തു. നിന്നുടെ ഭക്തി വിശ്വാസങ്ങൾ കാണുകയാൽ എന്നുള്ള മേറ്റം പ്രസാദിച്ചിരിന്നിടോം. നിന്നിലതിശയ സ്നേഹവും മാനസേം വന്നുവേരു നിപ്പടർന്നിതു കേവലം. വന്നാലും ഇങ്ങു സുരുചിയാമമ്മതാൻ ചൊന്നതെന്തൊന്ന് ഉണ്ണിയോടതുങ്ങൊക്കവേം. ഞാനറിഞ്ഞിടിനേൻ എന്നെ ഭജിച്ച് ഞാൻ ആനന്ദമോടനുകൂലനായാലഹോം. പിന്നെ അവളുടെ ഗർഭസ്ഥനിന്നു മന്നിടത്തിങ്കൽ ജനിച്ചൊഴിഞ്ഞെന്നിയേ. വന്നുകൂടാ നൃപരാസനം വാഴ്വതീനെന്നുമേ യോഗ്യമെന്നൊന്നവൾ ചൊന്നതും നന്നു നന്നെന്നതോ കാരണം ഞാൻ തവാം തന്നീനിരുപത്താറായിരത്താണ്ടിനീം. മന്നവനായഴകോട് ശത്രുക്കളുമെന്നിയെ വാഴ്ക നൃപാസനമെന്നതും. പിന്നെ മറ്റെന്തതല്ലാതെ കണ്ടാഗ്രഹം നിന്നുള്ളിലുള്ളതെല്ലാം തരുവൻ ദൃഢം. നിർണയം എന്നരുൾ ചെയ്തതു കേട്ടുടൻ നന്നായി തൊഴുതപേക്ഷിച്ച നൃപാത്മജൻ. എന്നിൽ തിരുവുള്ളമുണ്ടെങ്കിലുണ്ടെനിക്കൊന്നിങ്ങനുഗ്രഹിക്കേണ്ടു നിത്യങ്ങനിത്യമെന്നുള്ള രാജാദികൾ കുൾത്താരിലിങ്ങെനിക്കില്ലൊരത്യാഗ്രഹം. ഭക്ത്യാ ഭഗവൽ പദസേവ ചെയ്ത് ഉത്തമന്മാരിൽ അത്യുത്തമനായഹം. സർവലോകർക്കും സകല ലോകത്തിനും സർവദാ സർവകാല പ്രമാണത്തിനും സർവഗ്രഹാദികൾക്കും സർവസാക്ഷിയായി സർവലോകങ്ങളും കണ്ടങ്ങനെ സർവോപരിസ്ഥിതനായി സർവകാലവും സർവജ്ഞനായി വാഴ്വതിനുള്ള അനുഗ്രഹം സർവേശനായ ഭവാനിന്നു നൽകുകയും സർവം ഫലിതമായി വന്നു മനോരഥം. സർവഭൂലോകപാലാത്മജൻ ഇങ്ങനെ സർവലോകാവന തൽപരനോടുടൻ ഗർവമൊഴിഞ്ഞപേക്ഷിച്ചളവാശു തത്സർവമൗവണ്ണം വരികെന്നനുഗ്രഹം ചെയ്ത് വരവും കൊടുത്തു ദയാപരൻ. കൈതവമെന്നിയെ താൻ മറഞ്ഞിടിനാൻ കൈതൊഴുതുള്ളിലാക്കി ഭഗവാനെയും പൈതൽ താൻ കൊണ്ടു നടന്നളവന്തര ചിന്തിച്ചിതാഹന്ത മോക്ഷങ്ങപേക്ഷിച്ച് സന്തതാനന്ദ സാധ്യം വരിച്ചില്ല ഞാൻ. ഹോഷത്വമായിതെനിക്കിതിന്നൂടെഴുമീശൽ പ്രസംഗ പശ്ചാത്താപയുക്തനായി പോകുന്നവൻ ചെന്ന് രാജധാനീന്ദ്രമങ്ങാകുലം തീർന്നു പോവാൻ തുടങ്ങും വിധവും മാതൃകഠിനവാക്കേറ്റുപോയി വന്നത് ഭ്രാതാവിലങ്ങതിവാത്സല്യ ചേതസാം. സത്തരമുത്താന പാദജനേറ്റം അത്യുത്തമന്മാരിൽ അത്യുത്തമനുത്തമൻ ചിത്തം തെളിഞ്ഞ് തേരേറി പരിജനയുക്തനായി വന്നെതിരേറ്റുകൊണ്ടിടിനാൻ. വിശ്വാസമുൾക്കലർന്നുത്തമനെ പുണർന്ന് ഉൾച്ചേരുമാതിയും തീർത്തുകൊണ്ടാൻ ധ്രുവൻ. വിദ്രുതന്തങ്ങളിരുവരുമൊത്തുചേർന്നത്യരമച്ഛനെ കണ്ടു കൈകൂപ്പിനാർ. ഭക്ത്യാ തൊഴുതു നമസ്കരിച്ചന്തികെ നിൽക്കും തനയനെ കണ്ടു നൃപോത്തമൻ. വത്സേ പിടിച്ചണച്ചാലിംഗനം ചെയ്തു ചിത്തം തെളിഞ്ഞു ഹർഷാശ്രുഗണങ്ങളാൽ. പുത്രേനഭിഷേകവും ചെയ്തപ്പോഴുതുത്തമനും തൊഴുതിടിനാനന്തികേ. ചെന്നു സുരുചിയെയും തൊഴുതിടിനാൻ തന്നുടെ മാതാ സുനീതിയെയും മുതാം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. മന്ദേതരമവളും പുണർന്നിടിനാൾ. നന്നായി വരികെന്നനുഗ്രഹിച്ചമ്മയും നന്ദനെ പരിലാളിച്ചിതേറ്റവും മന്നവനേറ്റം പ്രിയനായി ഒരുമിച്ചു നിന്നാനേകകാലം ധ്രുവനന്തികേ.
പിന്നെ പിതാവ് അഭിഷേകവും ചെയ്തവൻ തന്നെ വാഴിച്ചു വാർദ്ധക്യകാലേ മുതാം ചെന്നു തപോവനം ബുക്ക് നാരായണൻ തന്നെ സ്മരിച്ച് ഗതിയും വരുത്തിനാൻ. ധർമ്മീണ രാജ്യ പരിപാലനം ചെയ്തു നിർമ്മലനാൻ ധ്രുവനും വിളങ്ങിടിനാൻ. സുന്ദരി ശൈശുമാര പ്രജാനായക നന്ദന ഭ്രമിയെ വിട്ടവൾ പെറ്റുടൻ. കൽപ്പനും വത്സരനും രണ്ടു പുത്രന്മാരിപ്പാരിലേറ്റം പ്രസിദ്ധരായാർതുലോം. പിൽപ്പാടില വായുപുത്രിയെ വിട്ടവൻ തൽപുത്രനുൽക്കലനും ജനിച്ചിടിനാൻ. വേട്ടതിൽ ഉത്തമന്താൻ അതിൻ മുന്നമേ കാട്ടിൽ നായാട്ടിനായി പോയാനൊരു ദിനം. മുഷ്കരനായൊരു രക്ഷോവരനുമന്ന കാനനാന്തരത്തിങ്കൽ നിന്നെത്തിനാൻ. തത്ര രാത്രിഞ്ചരൻ തന്നോടെതിർത്തുടൻ യുദ്ധേ മരിച്ചു പോയാനവൻ. തന്നെ മാതാ മനോഹരിയായ സുരുചിയും നീതിമാനാത്മജനെ തിരഞ്ഞിടുവാൻ പോയുടനാശുവൻ കാടകം ബുക്കിതും. കായം ഉപേക്ഷിച്ചു ശോകാൽ നടക്കുമ്പോൾ കാട്ടുതീ വന്നു ചുഴന്നു വിന്താളവൾ. കേട്ടാനവസ്ഥകളെല്ലാ സുനീതിജൻ മാനമേറിടും ധ്രുവനദീ കോപേന സേനയാസാകം പുറപ്പെട്ടു ചെന്നുടൻ. വേകാലളകാം ചുഴന്നു ചെറുത്തളവാഘോഷവാദ്യനാധൈര്യത്തിൽ നിന്നുടൻ. തിക്കിത്തിരക്കി നിലവിളിച്ചാർത്തടുത്തൊക്കെ ചെറുത്തിതു യക്ഷരക്ഷോഗിണം. 30,000 100,000-നുമപ്പുറമുള്ള പെരുമ്പടയൊക്കവേ ശക്തിയോടേറ്റു പൊരുതു ഭയങ്കരം. മുഷ്കരന്മാർ കലഹത്തിൽ നീങ്ങായികയാൽ ചത്തൊടുങ്ങിടിനാർ മിക്കതും. അപ്പോഴുതുൾ തോർന്ന കാരുണ്യമോടഖിലേശ്വരൻ വിശംബരം ഗരുഡോപരി വിദ്രുതം ഉച്ചൈസ്തരമായ ശംഖനാദത്തോടും യുദ്ധം ഭയങ്കരമായി ചെയ്തു നിൽപ്പതിൻ മധ്യേ തെളിഞ്ഞു വിളങ്ങിനാൻ ഈശ്വരൻ. മുഗ്ധകിരീടവും കുണ്ടല ശോഭയും സ്നിഗ്ധകടാക്ഷവും സുസ്മിതവക്ത്രവും ശ്രീവത്സവത്സവും കസ്തുഭരത്നവും ഗ്രീവാസുശോഭയും ഹംസദ്വയാഭയും തൃക്കൈകളും തിരുവാഭരണങ്ങളിലും ചക്രശങ്കാബ്ജഗിതാസിചാപങ്ങളിലും ലക്ഷ്മീ നിവാസവും മധ്യപ്രദേശവും ലക്ഷണലക്ഷ്യമാനാഭിനളീനവും പീതാംബരം ഉടയാടവിലാസവും മീതെ വിളങ്ങിന കാഞ്ചന കാഞ്ചിയും വാരെഴുമൂരുക്കളും മുഴങ്കാൽകളും താരാർമകൾ തടവീടും കടൽകളും പാദാംബുജങ്ങളും അങ്കുലിജാലവും മുതൽ വിളങ്ങുന്ന ഖര നികരവും കണ്ടു കണ്ടിണ്ടേലൊഴിഞ്ഞ വൈകുണ്ഠമാ കൊണ്ടൽ വർണ്ണം തൊഴുതിടിനാരേവരും. കുണ്ടത തീർന്നകത്തണ്ടിൽ മുന്നേ തന്നെ കണ്ടിരുന്നിടിനോരൗത്താനപാതിയും. രണ്ടുമൊന്നിച്ചു കണ്ടുണ്ടായ കൗതുകൾ മണ്ടിയണഞ്ഞു നമസ്കരിച്ചിടിനാൻ. ഭക്തിയാം അമ്പുതൗ വീണു മുഴുകിനാൻ. ചിത്തം കുളിർന്നു രോമാഞ്ചം കലർന്നിരും വിഗ്രഹ കമ്പവും ഹർഷനേത്രാംബുവും ഗദ്ഗദ വർണ്ണ വാക്യങ്ങളിലും കൂടവേ തൃക്കാതൊഴുതു ദാസുഹം ദിനം പ്രതി രക്ഷതോ മാമീതിത്യുക്താഭിസാദരം. നിൽക്കുന്നവനെ കുളിർക്കെ കടാക്ഷിച്ചു തത്തപ്രിയൻ ചിരിച്ചമ്പോടരുൾ ചെയ്തു. കിങ്കിമീതം നൃപതേ തവ സാഹസം സങ്കടം ഭ്രാത മാതൃനാശകാരണം. നിങ്കിലുദിച്ചതു കുറ്റമില്ലിഞ്ഞത് ശങ്ക രാജാദികൾക്കും വരുവോന്നല്ലോ. സർവവും പങ്കജ സംഭവ കൽപ്പിതം ഉറി നിവാസികളാൽ അനുഭാവിതം. എന്നാൽ അതിങ്കിൽ സുഖദുഃഖമുണ്ടാകയെന്നു വരുന്നതോ മായതൻ വൈഭവം. മായയാ മൂടി മയങ്ങിക്കളിക്കെന്നായതോ സർവസ്വഭാവമത്രേ ദൃഢം. ഭാവമതിങ്കിലുറയ്ക്കരുതെങ്കിലും ആവിരുള്ള ആനന്ദബോധേന സന്തതം. ലോകസ്വഭാവമനുസരിക്കുന്നതും ലോകസ്വഭാവമായ വിഷയാന്വിതം
മായാവിഷയത്തിലുണ്ടായി വരും ഓരോ കാര്യമിടപെട്ടു വൈരമെല്ലാരിലും. കാര്യാവസാന കാലത്തിങ്കലോർക്കില കാര്യം കലഹമായി വന്നുകൂടും ദൃഢം. പാരം കലഹിച്ച് നിന്നാലതുമൊരു കാര്യവിനാശമായേ വരൂ കേവലം. ക്ഷത്രിയ ധർമ്മമാകുന്നതെന്നാലും ആ ശത്രുക്കളോടു യുദ്ധം മുഹൂരെങ്കിലും. നിശ്ചയം സാഹസം ഇത്രയുണ്ടാകരുതി ചെയ്തതു മതി പോരുമിപ്പോരിനിയും. വാങ്ങിക്കയെന്നരുൾ ചെയ്തതു കേട്ടുടൻ ശർങ്ങാവരായുധേനെ തൊഴുതങ്ങധാം. ചെന്നു പെരുമ്പട വാങ്ങിച്ചു കൊണ്ടുപോന്നന്യൂന വേഗേന പിന്നെയും നാഥനെ ദണ്ഡ നമസ്കാരവും ചെയ്തു വന്ദിച്ച് ധന്യവുമാനപേക്ഷിച്ചാൻ ജഗൽപതേം. മുന്നമേ തന്ന വരങ്ങൾ പോരായില്ലെന്നാലും ഉണ്ടിനിയും അത്യാഗ്രഹം. സർവകാലം ഭവാനൻ മനപ്പങ്കജേ സർവൈക സാക്ഷിയായി വാഴ്വതി വണ്ണമേ. സർവകൃതികളിലും ഭേദമെന്നീം സർവദാ കണ്ടു പൂജിക്കാൻ വരികയും സർവമങ്ങെല്ലാം സമർപ്പിച്ചു കൊള്ളുകയും സർവൈക ഭക്തിയും നീങ്ങാതെ സന്തതം. സർവാപരാധം ക്ഷമിച്ചടിയനീ സർവേശാമിന്മേൽ അനുഗ്രഹിക്കണമേ. ദൈവമേ കേവലങ്കെന്നപേക്ഷിച്ചവൻ അവ്യയൻ തന്നെ നമസ്കരിച്ചിടിനാൻ. കൈവല്യമൂർത്തി താനെ വങ്ങപേക്ഷിച്ച് ദിവ്യപുരുഷനിൽ താൻ പ്രസാദിച്ചുടൻ. നന്നായി വരും മേലിലെല്ലാം നിനക്കൊത്ത വണ്ണമെന്നൻപോടരുൾ ചെയ്തു സാദരം. ചെമ്മേ സകല ജനാനുഗ്രഹ പരൻ നിർമായമാശു മറഞ്ഞരുളിടിനാൻ. ധന്യനവൻ ഭഗവാനെ നിജമന കർണികാഗ്രീലിയിപ്പിച്ചു വന്ദിച്ചു താൻ. പിന്നെ സമര നിവർത്തനായ അഞ്ജസ ചെന്നുപുരി പുക്കുകീർത്യാ വിളങ്ങിനാൻ. കിന്നരേശാനുചരന്മാർ ജയിച്ചതില്ലെന്നാകിലും താൻ തെളിഞ്ഞുമേ വീടിനാർ. മന്നവനൗത്താനപാതി യജ്ഞേശമാകുന്ന യജ്ഞത്തെയും ചെയ്തു നിരന്തരം. തന്നുള്ളിൽ നാരായണങ്കലെ ഭക്തി നന്നായുറപ്പിച്ചിരുപത്താറായിരം സംവത്സരന്തര പാലനവും ചെയ്തു. ധർമ്മേണവാണവസാന കാലേ മുതാം തന്നെ നന്ദനന്മാരിൽ വെച്ച് ഉൽക്കലൻ തന്നെ വാഴിച്ചു താൻ സർവവിരക്തനായും ശാന്തനായെല്ലാം ത്യജിച്ചു നിവർത്തനായും. ഭ്രാന്തജളബദിരാന്തമുഖൈ സമം സഞ്ചരിച്ചുർവിയിലുള്ള തീർത്ഥങ്ങളിലും അഞ്ചിതമാ മഹാക്ഷേത്രങ്ങളും കണ്ട് സേവകൾ ചെയ്തുകൊണ്ടുത്തരയാന്തിശി പാവനാകാര ബോധാനന്ദ നിർലയൻ. ചെന്നു ബദര്യാശ്രമം ബുക്കവിടെയും അന്നഹമാനന്ദമോടെ വസിച്ചവൻ. തന്നുള്ളിൽ നാരായണ സ്വരൂപത്തെയും ധന്യപുരുഷനുറപ്പിച്ചനുദിനം ഭക്ത്യാമന പൂജയും ചെയ്ത് സന്തതം. ഒക്കെയും തൽക്കാരണാത്മനി സൂക്ഷ്മകേം ചേർത്തു ലയിപ്പിച്ച് താൻ പരബ്രഹ്മണി ചേർത്തുകൊണ്ടാനഖിലാത്മാഗ്രതത്വവും. മൂർത്തിമാനിങ്ങനെ ചേർത്തു ലയിച്ച നാളാർത്താർത്തിനാശനൻ തന്നനുജ്ഞാവശാൽ വന്നു സുനന്ദ നന്ദന്മാർ മനോഹിതാനന്ദ ദിവ്യാകാശയാനോപരി മുദം. മന്നവൻ തന്നെയും ചേർത്തിരുത്തി പരിവന്ധ്യ മധുര സംഭാഷണധീരലം സമ്മാനമാർഗൈരധികൻ രമിപ്പിച്ച് രമ്യാശയ കൊണ്ടുപോയങ്ങു ചെന്നുടൻ. ത്രൈലോക്യമുക്രമ്യ ദിവ്യ സ്വയം ജ്യോതിരാലംബവേഗാശ്രയ ഭ്രമണോപരീം. സർവലോകങ്ങളും കണ്ടു കണ്ടന്നഹം സർവരും തന്നെ കീഴായതിന്മീതേം. സർവസൗഖ്യത്തോടതോ ഗതി എണ്ണിയും സർവകാലം വിഷ്ണു ഭക്തി പ്രസന്നനായും വാഴ്കന്നിരുത്തി വെച്ചാഹന്ത വന്ദിച്ച് ലോകേശ ഭക്തരാലും ബഹുപൂജ്യനായും. വാണാനനിശമിനിയും തഥാകൃതിയും വാണിടുമാ ചന്ദ്രതാരകാന്തം മുതാം. ഇങ്ങനെയെല്ലാം ധ്രുവചരിതത്തെയൊട്ടിങ്ങു സംക്ഷേപിച്ചു ചൊല്ലിയതീദൃശം. തിങ്ങുമാനന്ദരസം പൂണ്ടു ചൊൽകിലും അങ്ങതി കൗതുകം ഉൾക്കൊണ്ടു കേൾക്കിലും വന്നുകൂടിയിടും ദുരിത വിനാശനം പിന്നെയൊടുക്കത്തു മോക്ഷവും നിർണയം.
ഇത്തമാത്മാനന്ദശുദ്ധിതമാം ധ്രുവവൃത്തം പ്രജേതാക്കൾ ചെയ്ത സത്രാന്തരീം തത്ര സഭാന്തരത്തിങ്കൽ വീണാധരൻ അത്യന്തമാനന്ദകം ഉൾക്കൊണ്ടു പാടി ഞാൻ. ഓ